നമ്മളൊരു വെറുതെ സൂര്യകാന്തി കൃഷി എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് കാര്യമായ വരുമാനം ലഭിക്കുന്നതിനപ്പുറം സന്ദർശകരിൽ നിന്നാണ് ഇദ്ദേഹത്തിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. പക്ഷേ ആ വരുമാനം ഇദ്ദേഹത്തിൻ്റെ ചെലവ് കഴിച്ച് ബാക്കി തുകയൊക്കെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ തന്നെ 10,000-ങ്ങളും ലക്ഷങ്ങളുമായി ഇദ്ദേഹം കൊടുത്തു എന്നുള്ളത്. ഇപ്പോൾ ഓരോ സൂര്യകാന്തി തോട്ടവും ഇദ്ദേഹം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതുകൂടിയാണ്. ഒരു പഴയ പ്രവാസി കൂടിയായ ഇദ്ദേഹം പിന്നീട് അതേ കൃഷിയിലേക്ക് മാറി. ഇത് 10-60 ഉറുപ്പോളം പണിക്കാരെ കൂലിയും ബുദ്ധിൻ്റെ കായും പിന്നെ ട്രാക്ടർ കൂട്ടിയത് കറണ്ടിൻ്റെ പൈസ കൂടി ഒരു 10-65 ഉറുപ്പോളം ചിലവുണ്ട്. 62 റുപ്യ എന്തായാലും ചിലവഴിക്കണം. അതിൻ്റെ മനപ്പാട കണക്കുണ്ട്. അതിക്ക് ഇവിടെ ആകെ 12 റുപ്യ വന്നിട്ടുള്ളൂ. ഇവിടെ ഒന്നാമത്തെ സ്ഥലം അറിഞ്ഞിട്ടില്ല, ടൗൺ ഏരിയ ആണ്. പിന്നെ ആൾക്കാർ നാട്ടിൻപുറത്താണ് ഇത് ഏറ്റവും വിജയിക്കുന്നത്. നാട്ടിൻപുറത്തോടൊന്നും ഇന്നെ പരാജയപ്പെടുത്തിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു ലേശം പരാജയത്തിൽ അടുത്ത് ഇവിടെ നമ്മൾ 28 ചെറുകോട് അടുത്ത് 28 വണ്ടൂരിൻ്റെയും പാണ്ടിക്കണ്ണി സെൻട്രൽ 28 മലപ്പുറം ജില്ലയുടെ വിവിധ പാടങ്ങളിൽ ഇപ്പോൾ ഈ സീമാക്ക് വളരെ വലിയ തോതിൽ ഇത്തരത്തിൽ സൂര്യകാന്തി അതും വിശാലമായ രീതിയിൽ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ അദ്ദേഹത്തിന് വലിയൊരു ലാഭമൊന്നും ലഭിച്ചിട്ടില്ല, മുതൽ പോലും ലഭിച്ചില്ല. പക്ഷേ സന്ദർശകർക്ക് ഇതൊരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ഈ സ്വർണ്ണശോഭയോടെ തന്നെ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തോടെ തന്നെ ശോഭയോടെ തന്നെ സൂര്യനായ അഭിമുഖമായി നിൽക്കുന്ന സൂര്യകാന്തി തോട്ടം അത് കാണാനെത്തുന്ന നിരവധി മനുഷ്യർ, പ്രത്യേകിച്ച് വെക്കേഷൻ കാലമൊക്കെ ആയതോടെ നിരവധി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു സന്തോഷം സമ്മാനിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഈ തുക ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓരോ ദിവസവും ചെറിയ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ വരുന്നു, ഇവിടുന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നു, അവരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളോടൊപ്പം വേറെ ഒരുപാട് ആൾ എന്താണ് ഇവിടുത്തെ സ്ഥലത്ത് എന്താണ് ഇവിടുത്തെ കാഴ്ച ആളുകളൊക്കെ? ഇത് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള പതിയിൽ നമ്മളിപ്പോൾ ഒരാൾ ഗുണ്ടൽപേട്ടെ അല്ലെങ്കിൽ മൈസൂരാട് പോയി കാണുകയാണെങ്കിൽ 1000 റുപ്യ ഒരാൾക്ക് മുടക്കണം. ഇത് ഇയാൾക്ക് എന്തെങ്കിലും പൈസ ഇല്ലാത്തതിന് കയറ്റി വിടുകയാണ്. ഇപ്പം നേരത്തെ നോക്കുമ്പോൾ തന്നെ പൈസ 100 രൂപ കൊടുക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു 5 ആളുണ്ട് ആ കണക്കിൽ 100 റുപ്യേൻ്റെ ബാക്കി കൊടുക്കണം. ഇയാളപ്പോൾ 40 റുപ്യ കൊടുത്തു. കാരണം ആളെ മുഖം നോക്കിയിട്ട് ചിലപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഇതിൻ്റെ പങ്കന്മാരാണ്, ഞങ്ങളുടെ സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇയാൾ ബസ്സിൽ ഇയാൾ പ്രവാസി മാത്രമല്ല ബസ്സിൽ നല്ല ജീവനം 30 വർഷം മുമ്പ് പരിചയമാണ്. സത്യസന്ധനായ പാവപ്പെട്ട ഒരു കർഷകൻ, എല്ലാ മേഖലയിലും ഉള്ള ആളാണ്. ഗൾഫിൽ പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ മല്ലികത്തോട്ടമൊക്കെ ഉണ്ടാക്കിയ ആളാണ് സ്വന്തമായിട്ട്. പക്ഷേ ഇത് നമ്മൾക്ക് ഉണ്ടാക്കാൻ അത്രയും കാഠിന്യമാണ് ഇതിന്, അത്രയും പ്രതിസന്ധി അത് ഉണ്ടാക്കി വരുന്നത്. ഇത് മുളച്ച് കിട്ടി ഇതിന് കൈകാര്യം ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും. അപ്പോൾ ഞാനിത് ഇവരുടെ തോട്ടം കണ്ടപ്പോഴാണ് ഞാൻ വിളിച്ചപ്പോൾ മുമ്പ് വേലപ്പുറത്ത് പോയി കണ്ടു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല രസമുള്ള സംഭവമാണ്. പക്ഷേ അവിടെ ആളുകളൊന്നും കൂടി ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇലക്ഷനും ചൂടും എല്ലാം കൂടി ആയിട്ടാണ് ആൾ കുറവ് വന്നത്. ഇവിടെ എത്തുന്ന ആളുകൾ ഭയങ്കര സന്തോഷം. ഇവിടെ എത്തിപ്പെട്ടാലേ ഇത് അറിയുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പൊതുവെ ആൾക്കാർ ഇറങ്ങാൻ മടിയുള്ള കാലത്താണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര സംഭവമായി. ആൾക്കാരെ സംബന്ധിച്ച് ഒരു 30-20 റുപ്യ ഐസ്ക്രീമും ഒരു 20 ടിക്കറ്റും കൊടുത്ത് 40 റുപ്യക്ക് നാട്ടുകാർക്ക് ഇത് കാണാൻ വലിയ സംഭവം എന്നുള്ളത്. ഇത് ഗുണ്ടൽപേട്ട പോയി എന്തായാലും നമ്മൾ കാണാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ട് സൂര്യകാന്തി തോട്ടത്തിൽ പോയി. ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ നേരം കിട്ടില്ല. അല്ലെങ്കിൽ ടൂറിന് നമുക്ക് ബിസിനസ് കാര്യമൊക്കെ ആകുമ്പോൾ തിരക്കേറി നമ്മളെ സംബന്ധിച്ച് ഞാൻ ഡെയിലി വരും ഇതിൽ. അപ്പോൾ ഇത് കണ്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ എന്നാലും മുഴുവൻ ഒരാളും മൈനസ് പറഞ്ഞില്ല, എല്ലാവരും പ്ലസ്സാണ്. ഒരുപാട് കുട്ടികളും ആളുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സിനെ കാണാവുന്ന കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയ്ക്ക് എല്ലാവർക്കും മഞ്ചേരി തോട്ടിൽപ്പാലത്തേക്ക് എത്താം. അവർക്കൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടി പങ്കാളിയാവാം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്.